അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൽ നമ്മളൊരു ഹദീസ് പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ നാട്ടിലില്ല, പരിശുദ്ധമായിട്ടുള്ള മക്കത്താണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തിരക്കുകളും പ്രയാസങ്ങളുള്ളത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഹദീസുകൾ എത്താൻ പ്രയാസങ്ങളുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ഹദീസ് ഒരു കർമ്മം കൊണ്ട് ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, മാ മനഅകി അൻ തുഹജ്ജി മഅന, നിനക്ക് ഞങ്ങളുടെ കൂടെ ഹജ്ജിന് പോരാൻ എന്താണ് തടസ്സമെന്ന് ചോദിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം ചുമക്കുന്ന 2 ഒട്ടകങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അതിൽ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് എൻ്റെ ഭർത്താവും മകനും, അല്ലെങ്കിൽ എൻ്റെ പിതാവും മകനും ഹജ്ജിന് പോയിട്ടുണ്ട്. ഒരു ഒട്ടകത്തെ വെള്ളത്തിന് വേണ്ടി ചുമക്കാൻ വേണ്ടി മാറ്റി വച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ ജാഅ റമളാനു, നിങ്ങളിലേക്ക് റമളാൻ വന്നെത്തിക്കഴിഞ്ഞാൽ ഫഅ്തമിറൂ, നിങ്ങൾ ഉംറ ചെയ്യുക. ഫഇന്നൽ ഉംറത ഫീഹി തഅദിലുൽ ഹജ്ജ, റമളാനിലെ ഉംറ എന്ന് പറയുന്നത് നിശ്ചയമായും ഹജ്ജിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു. അപ്പോൾ റമളാനിൽ വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ വളരെ മഹത്തരമായിട്ടുള്ളൊരു കർമ്മമാണ് ഉംറ എന്ന് പറയുന്നത്. ഹജ്ജിന് പോകാൻ പണമില്ലാത്ത, എന്നാൽ ഉംറക്കുള്ള സമ്പത്തും കഴിവും ഉള്ളവർ റമളാൻ അതിനു വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അതുവഴി അയാൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ്റെ വിശാലമായിട്ടുള്ള ഹദീസിൽ, മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്, തഅദീലുൽ ഹജ്ജതു മഅി, റമളാനിലെ ഉംറ എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള ഹജ്ജിന് തുല്യമാണ് എന്നുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെയ്ത ഹജ്ജിന് തുല്യമാണ് എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, കഴിയുമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ സമ്പത്തും ശരീരത്തിന് ശാരീരികമായി കൊണ്ടൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ, ഈ പുണ്യങ്ങൾ നേടാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പ്രവാചകൻ്റെ ഹദീസിലുള്ളത്, നല്ല നിയ്യത്തുണ്ടായാൽ അത് ഹജ്ജിന് തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, സുബഹി നമസ്കാരം അത് ജമാഅത്തായി നിർവഹിക്കുകയും സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്ത ശേഷം 2 റക്അത്ത് ആരെങ്കിലും നമസ്കരിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, ഇൽമ് നേടാൻ വേണ്ടി പള്ളിയിലേക്ക് ആരെങ്കിലും പുറപ്പെടുകയാണ് എങ്കിൽ ഇൽമ് നേടാൻ വേണ്ടി അവന് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ്റെ ഹദീസിൽ കാണാം. ഫർള് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളു ചെയ്ത് പള്ളിയിലേക്ക് പോകൽ അത് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫർള് നമസ്കാരം അത് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും, സുന്നത്ത് നമസ്കാരമാണ് എങ്കിൽ അത് ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്നൊക്കെ പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാര ശേഷം നമ്മളൊക്കെ ദിക്റുകൾ ചൊല്ലാറുണ്ട്. ആ ദിക്റുകൾ പോലും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ഒരാളെ നമ്മൾ അയാൾക്ക് വേണ്ടി സഹായിക്കുകയാണ് എങ്കിൽ അതും ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ചെറിയ ശ്രദ്ധയും താല്പര്യമുണ്ട് എങ്കിൽ ഓരോരുത്തർക്കും കഴിയുന്ന നന്മകളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കരസ്ഥമാക്കേണ്ടത് നമ്മളാണ്. റമദാനാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഒരു ശ്രദ്ധയുണ്ടായിക്കൊണ്ട് നമുക്കെന്താക്കാൻ കഴിയണം, ഇത്തരം പുണ്യങ്ങൾ നേടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ഹദീസിൽ നിന്നുള്ള ഒരു ചെറിയ ചോദ്യം നിങ്ങളെല്ലാവരും ഉത്തരം എഴുതി വിടേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 30 നോമ്പേ നമുക്കുള്ളൂ, പക്ഷേ 60 നോമ്പ് നിങ്ങൾ നോറ്റുകൊണ്ട് പരിശ്രമിക്കുക എന്ന് പറഞ്ഞത് ഏത് പണ്ഡിതനാണ്, ഏത് ഇമാമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.